വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ? ഇത് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അപ്പം അതിൻ്റെ അകത്ത് 4 മെയിൻ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഇൻപുട്ട് ഡിവൈസ്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസ്, സെക്കൻഡ് വൺ ഔട്ട്പുട്ട് ഡിവൈസ്, ദെൻ CPU എന്ന് പറയുന്ന ഒരു ഐറ്റം, ദെൻ മെമ്മറി യൂണിറ്റ്. ഈ 4 എണ്ണം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ ഇൻപുട്ട് ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ്, മൗസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റർ പറയാം, ഡിസ്പ്ലേ, മോണിറ്റർ പറയാം. ഇതെല്ലാം എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് വൺ, CPU എന്ന് പറയുന്ന അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്? അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് നമ്മളിപ്പോ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കുക. ഹലോ വേൾഡിന്റെ ഒരു പ്രോഗ്രാം എഴുതി, ഹലോ വേൾഡ് ഡോട്ട് സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് എവിടെ ആയിരിക്കണം? മെയിൻ മെമ്മറി യൂണിറ്റിൽ അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിൽ ഉണ്ടായിരിക്കണം. മെമ്മറി യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തൊക്കെയാവും? റാം, റോം, ക്യാഷ്, രജിസ്റ്റർ എന്നീ കാര്യങ്ങളെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താണ്? റാം, റോം, ക്യാഷ്, രജിസ്റ്റർ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മൾ നോക്കും. ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാണ്, ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ വേണം? ഒരു മെമ്മറി യൂണിറ്റിൽ അല്ലെങ്കിൽ റാം, റോം, ക്യാഷ്, രജിസ്റ്റർ, ഈ ഇത്രയും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരുടെ ഹെൽപ്പോട് കൂടി മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ CPU-ന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ആ അരിത്തമെറ്റിക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓപ്പറേഷനോ, ആൻഡ്, ഓർ, എക്സോർ, എക്സ്നോർ, അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷനോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU-ന്റെ സഹായം വേണം. ആ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അകത്ത് ALU എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് എന്തിനെ സഹായിക്കുന്നത്? ഈ അരിത്തമെറ്റിക്കും അതേപോലെ ലോജിക്കൽ ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് അടുത്ത? ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡേറ്റ മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണം. അതേപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ സിഗ്നൽസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ഒരു റീഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്നും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഡേറ്റ റീഡ് ചെയ്യും. റൈറ്റ് സിഗ്നൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് പെർഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറെ സിഗ്നൽസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഓപ്പറേഷൻസും ചെയ്യുന്നത്. ഈ സിഗ്നൽസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് മെയിൻലി 4 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, ഒന്ന് ഔട്ട്പുട്ട് ഡിവൈസ്, ദെൻ മെമ്മറി യൂണിറ്റ്, ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് പറയാനുള്ളത്. ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെന്ന് വിചാരിക്കുക. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ്വെയർ ഈസ് എ set of data or program used to operate computers and execute specific task. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നത് എന്തിനകത്ത് ചെയ്യണം? അല്ലെങ്കിൽ
ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ എനിക്ക് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എനിക്ക് എഴുതണം. അപ്പൊ ആ പ്രോഗ്രാമിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ് കാണും. അതിന്റെ കൂടെ ഡേറ്റാസും കാണും. ഈ ഡേറ്റാസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയർസ് 2 ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമുക്കുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും വേറൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രിന്റർ, അതേപോലെ ഏതൊരു സിസ്റ്റം ആണോ നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വിളിക്കാം. ഓക്കെ, ആ ഹാർഡ്വെയർസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യാൻ വേണ്ടി സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് വേണം. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള കാര്യം ഉടനെ തന്നെ പറയാം. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും നമ്മുടെ സിസ്റ്റമും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് വേണം? സിസ്റ്റം സോഫ്റ്റ്വെയർസ് വേണം. അപ്പൊ എന്തൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ലോഡർ, ലിങ്കർ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ട്രാൻസ്ലേറ്റേഴ്സ്, ലോഡർ, ലിങ്കർ, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് മുതൽ ഓഫ് ചെയ്യുന്നവരെ എന്തായിരിക്കും? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിസ്റ്റം ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ലോഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴായിരിക്കും റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്? നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും ഓഫ് ആവുന്നത്. അപ്പോൾ ഫുൾ ടൈം, അതായത് ഓൺ ആയിരിക്കുന്ന സമയത്തെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു റിയൽ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഡസ് റിയൽ വർക്ക് ഫോർ ദി യൂസർ. സേ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. PPT പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനെല്ലാം ഓരോ സ്പെസിഫിക് ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലാതെ സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ പറ്റും? സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ വേർഡ് ഒരു സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ വരും? ഇല്ല, നമുക്ക് അത് എപ്പോ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു സിസ്റ്റംസ് സ്റ്റാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു യൂസറിന്റെ ഡിസൈർ ആണ്, വേണോ വേണ്ടോ എന്നുള്ളത്. ആ യൂസറിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ട. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ എൻഡ് യൂസർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ ഒരു വേർഡ് ഡോക്യുമെന്റ് എടുത്തു. വേർഡ് ഡോക്യുമെന്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്. ഇൻപുട്ട് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ കീബോർഡിൽ നിന്ന് ഞാനൊരു എ എന്ന് പറയുന്ന ഒരു കാര്യം പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ എ എന്ന് പറയുന്നത് ഉടനെ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ആ വേർഡ് ഡോക്യുമെന്റിന്റെ അകത്തുള്ള എഡിറ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എക്സാമ്പിൾ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് പറയാം. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർസ്, സ്പ്രെഡ്ഷീറ്റ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർസ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. ഇത് ഡേറ്റാബേസിന്റെ സോഫ്റ്റ്വെയർസ്, അതായത് ഒറാക്കിൾ, MySQL, ഇതെല്ലാം നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് സോഫ്റ്റ്വെയർസ് പഠിച്ചു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും. ഓക്കെ.